ഒരു ചോദ്യം ചീഫ് എല്ലാ ഉണ്ടായിരുന്ന ജനറൽസ് ഒരു 10-20 എല്ലാ ഫുൾ സീനിയർ ആയിട്ടുള്ളവരോട് ചോദിച്ചു. പ്രൈം മിനിസ്റ്റർ അന്ന് നരസിംഹറാവുമാണ്. ആർമിയുടെ അടുത്ത് ചോദിച്ചു, ഉത്തരവാദിത്തത റെസ്പോൺസിബിലിറ്റി ബാബരി മസ്ജിദിൻ്റെ സെക്യൂരിറ്റിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആർമി റെഡിയാണോ? ഇവിടുന്ന് ഇന്ത്യയുടെ റോ ചെറിയൊരു എയർക്രാഫ്റ്റ്, അതായത് ഈ 3 സീറ്റർ 4 സീറ്റർ അവിടെ വന്നു. വരദരാജ പെരുമാൾ, കൃഷ്ണൻ്റെ വൈഫ്, കൃഷ്ണൻ്റെ 2 ചെറിയ കുട്ടികൾ, അവരെയും കൊണ്ട് ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെടുത്തി, അവിടുന്ന് വിട്ടു. വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമായിരുന്നു. വളരെയധികം ആൾക്കാർ മരിക്കുന്നുണ്ടായിരുന്നു, ഇഞ്ചുറി ആകുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 1.5 വർഷത്തോളം ചീഫിൻ്റെ മിലിറ്ററി അസിസ്റ്റൻ്റായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സൗത്ത് ബ്ലോക്കിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, അത് അന്ന് എൻ്റെ റാങ്ക് ലെഫ്റ്റനൻറ്റ് കേണലാണ്. മിലിറ്ററിയിൽ അന്ന് ലെഫ്റ്റനൻറ്റ് കേണലിലുള്ളതിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു അപ്പോയിൻമെൻ്റ് ആണ് എന്ന് പറയാം. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ അഷ്റഫ് പറമ്പത്ത്. ടോക്ക് വിത്ത് AP എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് 35 വർഷത്തോളം ഇന്ത്യൻ സേനയിലെ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ച വിവിധ ഓപ്പറേഷൻസുകളിൽ, മിലിറ്ററി ഓപ്പറേഷൻസുകളിൽ മുന്നിൽ നിന്ന് നയിച്ച റിട്ടയർഡ് ബ്രിഗേഡിയർ TC എബ്രഹാം സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം. ടോക്ക് വിത്ത് AP എന്ന ഈ പരിപാടിയിലേക്ക് സാറിന് സ്വാഗതം. സാറിൻ്റെ ബാല്യകാലം എങ്ങനെയായിരുന്നു? എവിടെയായിരുന്നു സാറ് ജനിച്ചത്? അതുപോലെ സാറിൻ്റെ സ്കൂൾ ജീവിതം എങ്ങനെയായിരുന്നു? സാറിൻ്റെ പിതാവ് അതുപോലെ മാതാവ്, അവരുടെ ജന്മസ്ഥലം കാഞ്ഞങ്ങാട് തന്നെയാണോ? അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് സാറൊന്ന് പങ്കുവെക്കാമോ? ആദ്യം തന്നെ ഞാൻ പറയാം, ഞാൻ കാഞ്ഞങ്ങാടുകാരനല്ല. ഞാൻ ജനിച്ചതും വളർന്നതും വാഴൂരെന്ന് പറയുന്നൊരു സ്ഥലമാണ്. കോട്ടയം ഡിസ്ട്രിക്റ്റിൽ വാഴൂർ, കാനം എന്നുള്ള ആ ഒരു പ്രാന്തപ്രദേശത്താണ് ഞാൻ ജനിച്ചതും. എൻ്റെ ഫാദർ ഗുജറാത്ത് PWDയിലെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരുന്നു. എൻ്റെ അമ്മ നാട്ടിൽ തന്നെ സ്ഥലവും വീടുമെല്ലാം നോക്കിക്കൊണ്ട് ഇടയ്ക്ക് ഫാദറിൻ്റെ അടുത്ത് പോവും. 7ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് പുളിക്കൽ കവല സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് UP സ്കൂൾ എന്നും പറഞ്ഞ ഉള്ള സ്കൂളിലാണ്. ഒരു ദിവസം ഹെഡ് മാസ്റ്റർ ഓഫീസിൽ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ വീട്ടിൽ അമ്മയുടെ അടുത്ത് പറയണം, ഇങ്ങനെ ഒരു സൈനിക് സ്കൂൾ അഡ്മിഷനായിട്ടൊരു എൻട്രൻസ് എക്സാമിനെ പറ്റി പേപ്പറിൽ വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷനൊക്കെ അയച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പ്രൊസീജിയർ വളരെ ലോങ് ആയിരുന്നു. എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടായിരുന്നു. എൻട്രൻസ് എക്സാമിൽ ഭാഗ്യവശാൽ ഞാൻ പാസ്സായി. 1964 അന്നാണ് ലെറ്റർ വരുന്നത്, ഇങ്ങനെ ജാനുവരിയിൽ സൈനിക് സ്കൂളിൽ 7ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് ലെറ്റർ വരുന്നത്. സൈനിക് സ്കൂള് കഴക്കൂട്ടത്താണല്ലോ സാറ് പഠിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ സൈനിക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായ അനുഭവങ്ങളൊന്ന് സാറൊന്ന് വിവരിക്കാമോ? അഷ്റഫ്, ഞാൻ പറയുന്നത് ഏകദേശം 60 വർഷം മുമ്പുള്ള കാര്യമാണെന്ന്. സൈനിക് സ്കൂളെന്ന് പറഞ്ഞ് നമ്മളിതിനെപ്പറ്റി കേട്ടിട്ട് പോലും ഇല്ല. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ അഡ്മിഷൻ കിട്ടി, വലിയ കാര്യമായി. എന്നെ വിടാനായിട്ട് എൻ്റെ പേരൻസും റെഡിയായി. അത് തന്നെ വലിയ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അവിടെ റെസിഡൻഷ്യൽ സ്കൂളാണ്. അങ്ങനെ ജാനുവരി 65 ഞാൻ 7ാം ക്ലാസ്സിലാണ് അവിടെ ജോയിൻ ചെയ്യുന്നത്. ഞാനന്നേരം അന്ന് വരെ പഠിച്ചിട്ടുള്ളത് മലയാളം മീഡിയത്തിലാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള സ്റ്റുഡൻസ് എല്ലാവരും വലിയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഞങ്ങൾ ചില എന്നെപ്പോലെ ഈ സാധാരണ ഉള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന കുട്ടികൾ വളരെ കുറവാണ്. വിതിൻ ഷോർട്ട് ടൈം, ഒരു മേ ബി 6 to 8 months നമ്മൾ ടോട്ടലി അഡ്ജസ്റ്റ് ആയി. സാറ് കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു അനുഭവം ഒന്ന് സാറൊന്ന് പങ്കുവെക്കാമോ? അഷ്റഫ്, അത് പറയാനാണെങ്കിൽ വളരെയധികമുണ്ട്. 69 ജാനുവരി ആണ് റിപ്പബ്ലിക് ഡേ പരേഡിന് ഞാൻ പങ്കെടുത്തത്. പക്ഷെ അതിന് മുൻപായിട്ട് 67 ഞാൻ കേരളത്തെ പ്രതിനിധീകരിച്ച് ഉത്തർകാശി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു റോക്ക് ക്ലൈംബിംഗ് ക്യാമ്പിൽ പോയി 10 ദിവസത്തെ ട്രെയിനിങ്ങിനായിട്ട് സ്കൂളിൽ നിന്ന് ഈ ഹോളിഡേയ്സിൽ NCCയുടെ പോയതാണ്. 67 പറയുമ്പോൾ ഞാനന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ആ പ്രായത്തിലാണ് ഞങ്ങൾ 5-6 പേരുണ്ട്.
കേരളത്തിൽ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് അന്ന് മദ്രാസിൽ നിന്നും ഡയറക്റ്റ് ട്രെയിനില്ല. ഈ സാഹചര്യത്തിൽ 7 ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് അവിടെ എത്തുന്നത്. വീട്ടിൽ നിന്ന് അറിയാനോ പറയാനോ ആയിട്ട് ഒരു സാഹചര്യമില്ല, അന്നൊക്കെ ഫോണും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടാണ് പിന്നെ 68 ഡിസംബറിൽ 69 ജനുവരിയിലെ റിപ്പബ്ലിക് ഡേ പരേഡിന് എനിക്ക് ഡിസംബറിലാണ് സെലക്ഷൻ കിട്ടുന്നത്. ഡൽഹിയിൽ ചെല്ലുമ്പം എന്താണ്, ഒന്നാമത് ജനുവരി നിങ്ങൾക്കറിയാം ഏറ്റവും അധികം തണുപ്പുള്ള സമയമാണ്. വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യം ആയിരുന്നു. എന്നിരുന്നാലും നമ്മൾ വന്നിരിക്കുന്നത് വലിയൊരു കാര്യത്തിനാണല്ലോ എന്നുള്ള ആയതിൽ നമ്മൾ മുമ്പോട്ട് 10-20 ഏകദേശം 25-30 ദിവസത്തോളം അവിടെ ഉണ്ടായിരുന്നു. ആ രാജ്പഥിൽ കൂടെ മാർച്ച് ചെയ്യുമ്പോഴുള്ള ആ ഒരു ഉന്മേഷം നമുക്ക് നല്ലൊരു ഉന്മേഷമായിരുന്നു. അങ്ങനെ 26 ജനുവരിയും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം ഈ പ്രൈം മിനിസ്റ്ററുടെ അവിടെ ഒരു ടീ ഉണ്ട്, അതിന് പോകാൻ പറ്റി. അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആരാണെന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. ഏകദേശം 35 വർഷത്തിലധികം സാറ് ഈ സേവന രംഗത്ത് സൈനിക മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ സമയത്ത് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു എന്നാണ് സാറ് ഓർക്കുന്നത്? വെല്ലുവിളികളെന്ന് പറഞ്ഞാൽ അഷ്റഫെ, ജീവിതത്തിൽ വളരെയധികം വെല്ലുവിളികളുണ്ട്. നമ്മൾ ഓരോ സ്റ്റേജിലും, നമ്മളിപ്പം 35 വർഷം സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരുകയാണ് ഓരോ റാങ്കിലും. ഇപ്പം പട്ടാളത്തിൽ അല്ലെങ്കിൽ മിലിറ്ററിയിൽ നമ്മളെപ്പോഴും നമ്മളെ റാങ്കിൻ്റെ ബേസിലാണ് പറയുന്നത്. ഓഫീസേഴ്സിന് സർവീസ് കൂടുന്നതനുസരിച്ചിട്ട് നമ്മൾ റാങ്കും വർദ്ധിക്കുകയാണ്. അന്നേരം ഈ ചലഞ്ചസ് വരുന്നത് ഓരോ റാങ്കിലും നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ്റെ അനുസരിച്ചിട്ടാണ് ഓരോ ഇങ്ങനെയുള്ള ചലഞ്ചസ് വരുന്നത്. ഇപ്പം ചെറുതായിരുന്നപ്പോൾ ഇപ്പോൾ ആദ്യം നമ്മൾ കമ്മീഷൻഡ് ആകുമ്പം സെക്കൻഡ് ലെഫ്റ്റനൻ്റ് എന്ന് പറയും. സെക്കൻഡ് ലെഫ്റ്റനൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ 1 സ്റ്റാർ, അത് പിൽക്കാലത്ത് ആ റാങ്ക് എടുത്തു കളഞ്ഞു. ഇപ്പോൾ കമ്മീഷൻ ആകുമ്പോൾ തന്നെ 2 ലെഫ്റ്റനൻ്റ് എന്നുള്ള ഇതിലാണ്. അന്നേരം ആ റാങ്കിലിരിക്കുമ്പം നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഇതുകളും അല്ല. അടുത്ത പിന്നെ മുമ്പോട്ടുള്ള അടുത്ത റാങ്ക് എന്ന് പറയുന്നത് ക്യാപ്റ്റനാണ്. ക്യാപ്റ്റനാകും 3 സ്റ്റാർ വരുന്നത്. അന്നേരം ഉണ്ടാകുന്ന ഒരു കേണലായിരുന്ന സമയത്ത് സാർ ഈസ്റ്റ് സിക്കിമിൽ ഒരു റെജിമെൻറ്റ് നയിച്ചതായിട്ട് അറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് സാറൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഒരു റെജിമെൻ്റ് അല്ലെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ ഏറ്റവും സീനിയർ മോസ്റ്റ് കമാൻഡ് ചെയ്യുന്ന ആളാണ് കേണൽ. ഒരു റെജിമെൻറ്റിൽ ഏകദേശം ഒരു 15 തൊട്ട് 20 ഓഫീസേഴ്സ് കാണും. ആ ഓഫീസേഴ്സ് എല്ലാ റാങ്കിലുള്ള, ഇപ്പോൾ കേണലിൻ്റെ ലെഫ്റ്റനൻറ്റ് കേണൽ, മേജർ, ക്യാപ്റ്റൻ, ലെഫ്റ്റനൻറ്റ്. അന്നേരം എനിക്ക് കേണലായിട്ട് കമാൻഡ് കിട്ടിയപ്പോൾ എൻ്റെ റെജിമെൻറ്റ് ഗുജറാത്തിലായിരുന്നു അന്ന്. അവരുടെ മൂവ്മെൻറ്റ് ഓർഡർ കിട്ടി ഈസ്റ്റ് സിക്കിമിലേക്ക്. ഒരു റെജിമെൻറ്റ് മൂവ് ചെയ്യുന്നതൊക്കെ വലിയൊരു സംഭവമാണ് സത്യം പറഞ്ഞാൽ. അതൊക്കെ ഞാൻ ഒരു ഫുൾ ട്രെയിൻ നമുക്കായിട്ട് അവിടെ, ആ ട്രെയിനിൽ നമ്മുടെ യൂണിറ്റിൻ്റെ കംപ്ലീറ്റ് എക്യുപ്മെൻറ്റ്സും വണ്ടികൾ അവിടെ തന്നെ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യും. വണ്ടികൾ അവിടെ നിന്നിട്ട് നമ്മൾ ടേക്ക് ഓവർ ചെയ്യും. ഈ ഗൺസും നമ്മൾ അവിടെ നിന്ന് ടേക്ക് ഓവർ ചെയ്യും. ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സ് മുഴുവൻ ഇത് ഫുൾ ഒരു സ്പെഷ്യൽ ട്രെയിൻ മുഴുവനാണ് പോകുന്നത്. നാത്തുള്ള എന്ന് നിങ്ങൾ കേട്ട് കാണും, ചൈനീസ് ബോർഡറിൽ. ഇവിടുന്നൊരു കല്ലെടുത്തെറിയുന്ന ദൂരത്തിലാണ് ചൈനീസ് പട്ടാളം, അവരുടെ പോസ്റ്റ്, നമ്മുടെ പോസ്റ്റ്. അതിലൊന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മൾ നേരിട്ട് അവിടെ പോകാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ നമ്മൾ താഴെ നിന്ന് ഗാങ്ടോക്കിലെത്തി. ഗാങ്ടോക്കിൽ നിന്ന് ഈ ഈസ്റ്റ് സിക്കിം ചാങ്കുന്ന് എന്ന സ്ഥലം, നമ്മളവിടെ പോയിട്ട് പകലവിടെ നിന്നിട്ട് രാത്രി തിരിച്ച് ഗാങ്ടോക്കിലെത്തണം. എന്തെന്നാൽ അക്ലമറ്റൈസേഷൻ ഇല്ലാതെ. എന്നാൽ ഗാങ്ടോക്ക് 7000 ഫീറ്റിലാണ്. ഈ ചാങ്കു എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 13,000 to 14,000 ഫീറ്റ് ഹൈയിലാണ്. ഓക്സിജൻ കുറവാണ്. നമ്മൾ നേരെ അവിടെ പോയി രാത്രി കഴിയുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ലീവ് കഴിഞ്ഞ് വരുന്നയാൾ ആദ്യം 7 ദിവസം ഗാങ്ടോക്കിൻ്റെ മുകളിൽ നിൽക്കും. അവിടുന്ന് പിന്നെ ഒരു 11,000 അടിയിൽ വന്ന് അടുത്ത
ഒരു 7 ദിവസം നിൽക്കും. 14 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവരെത്തുന്നത്. അന്നേരം നമ്മൾ CEO ഒക്കെ ആയിരിക്കുമ്പം എനിക്ക് പല പ്രാവശ്യവും ചാങ്കൂന്ന് ഗാങ്ടോക്കിൽ വന്നിട്ട് തിരിച്ചു വരേണ്ട സാഹചര്യമുണ്ട്. അതല്ലാതെ തണുപ്പ്, ഭയങ്കര കാറ്റാണ്. നിങ്ങൾ സിയാച്ചിനിലൊക്കെ കേട്ട് കാണും, ഇപ്പോൾ മൈനസ് ടെമ്പറേച്ചേഴ്സൊക്കെ. വെള്ളം കിട്ടത്തില്ല, ഈ സ്നോ എടുത്തിട്ട് ചൂടാക്കിയിട്ടാണ് വെള്ളം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അവിടെ. പക്ഷേ 2 years വളരെ നന്നായിട്ട് കഴിഞ്ഞു. ബ്രിഗേഡിയറായിട്ട് ജമ്മു കാശ്മീരിൽ ഒരു 9,000-ഓളം സൈനികരെ അവർക്ക് നേതൃത്വം നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്രയും ആളുകൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ആ ഒരു നേതൃത്വത്തിൻ്റെ അർത്ഥം എന്താണെന്നാണ് താങ്കൾ മനസ്സിലാക്കിയത്? സിക്കിമിലെ ഒരു കമാൻഡിങ് ഓഫീസർ, ഞാൻ പറഞ്ഞില്ലേ, ഒരു 10-600 പേര് ആണ് ആ ഒരു ഇത്. ഓരോ സ്റ്റെപ്പും കയറുമ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പടി, കേണൽ കഴിഞ്ഞിട്ട് അടുത്ത പടിയാണ് ബ്രിഗേഡിയർ എന്ന് പറയുന്നത്. ഇപ്പം ഒരു റെജിമെൻറ്റ് ഏകദേശം 600 ആണെങ്കിൽ ഒരു 7-8 റെജിമെൻറ്റ്സ് നമ്മുടെ കീഴിലുണ്ട്. അന്ന് 2003 നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, 2002 നമുക്ക് വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു, ഓപ്പറേഷൻ പരാക്രം എന്ന് പറഞ്ഞു. അതായത് 2001 പാർലമെൻറ്റ് അറ്റാക്ക് ഉണ്ടാകുന്നതും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആർമി മുഴുവൻ മൊബിലൈസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നുള്ള ആ ഒരു സാഹചര്യത്തിൽ, ആ സാഹചര്യത്തിൽ ഞാൻ അന്ന് രജോരി എന്ന് പറയുന്നൊരു സ്ഥലമാണ്. രജോരി എന്ന് പറഞ്ഞാൽ ജമ്മുവിൽ നിന്ന് ഏകദേശം ഒരു 3-4 മണിക്കൂർ നോർത്തിലായിട്ട് പോയിട്ട് ബോർഡറിലുള്ള ഒരു രജോരി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ജമ്മു ഏരിയ കവർ ചെയ്യുന്നതാണ്. അതായത് റൈറ്റ് ഫ്രം ജമ്മു ടു പൂഞ്ച് മേഖല മുഴുവൻ. അന്നൊക്കെ ഇൻഫിൽട്രേഷൻ വളരെയധികമുള്ള സമയമായിരുന്നു. അത് ജമ്മുവിൻ്റെ നോർത്തിലോട്ട് LC എന്ന് പറയും, ലൈൻ ഓഫ് കൺട്രോൾ. ലൈൻ ഓഫ് കൺട്രോളിൽ സ്ഥിരം ഫയറിങ് നടക്കുന്ന ഒരു സ്ഥലമാണ്. ഞാൻ അന്നേരം ഓൾറെഡി ബ്രിഗേഡറായിട്ട് അപ്രൂവ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ഇത്. അത് എനിക്ക് തന്നെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമായിരുന്നു. വളരെയധികം ആൾക്കാർ മരിക്കുന്നുണ്ടായിരുന്നു, ഇഞ്ചുറി ആവുന്നുണ്ടായിരുന്നു. ഞാൻ ഏകദേശം ഒരു 1.5 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 120 ബോഡീസ് നാട്ടിലേക്കെന്ന് പറഞ്ഞാൽ വിവിധ സ്റ്റേറ്റുകളിലേക്ക് അയക്കേണ്ട ആ ഒരു ഇത് എല്ലാം അതെൻ്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വമായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ബ്രിഗേഡറായിട്ട് പ്രൊമോഷൻ അന്നേരത്തിനായിട്ട് ഞാൻ നേരെ പഠാൻകോട്ട്, അന്നേരം ആ സെയിം ഏരിയയുടെ സൗത്തിലായിട്ട് വരും. ഈ റെജിമെൻറ്റ്സ് അവരുടെ ഉത്തരവാദിത്വത്തിൽ എങ്ങനെ അവരെ പിടിച്ചു നിർത്തുക എന്നുള്ളത് വലിയൊരു ചലഞ്ചാണ്. 7-8 യൂണിറ്റുകൾ വരുമ്പോഴത്തേന് പലരും പല രീതിയിലുള്ളവരാണ്. ഇപ്പം ട്രൂപ്സ് തന്നെ നോക്കുകയാണെങ്കിൽ ഇതിൽ സീഖ്സ് ആണെങ്കിൽ സർദാർമാരാണ്, അവരുടെ തന്നെ ഒരു യൂണിറ്റായി. അഹീർസ്, യാദവ്സ്, മറാഠാസ്, പിന്നെ മദ്രാസ് എന്ന് പറഞ്ഞാൽ എൻറ്റയർ സൗത്ത് ഇന്ത്യൻസിൻ്റെ ഒരു മദ്രാസ് ഇതിലായിട്ടാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പലരുടെയും ക്വാളിറ്റി, അവരുടെ വേ ഓഫ് കണ്ടക്ട്, വേ ഓഫ് ഡീലിംഗ് വിത്ത് ദം ഇസ് ഡിഫറെൻറ്റ്. അത് പിന്നെ ഈ കമാൻഡിങ് ഓഫീസേഴ്സിനെ തന്നെ ഹാൻഡിൽ ചെയ്യുന്നതും അവർ, ആൻഡ് എവറി വൺ ഓഫ് ദം ഇസ് ഗുഡ്, എവറി വൺ ഓഫ് ദം ഇസ് പ്രൊഫഷണലി ഗുഡ്. പക്ഷേ നമുക്ക് ഇവരെ കോർഡിനേറ്റ് ചെയ്ത് ഇതെല്ലാം ആയിട്ട് മുമ്പോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ്. ആൻഡ് ഐ തിങ്ക് ഐ കുഡ് ഡു ഇറ്റ് വെരി വെൽ ആൻഡ് റൺ എ വെരി വെരി ഹാപ്പി country and achieving all good results. അതുപോലെ സാറ് ശ്രീലങ്കയിൽ ഇന്ത്യൻ സമാധാന സേനയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ അനുഭവം എന്താണെന്ന് പറയാമോ? എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഏകദേശം 2-1.5 വർഷത്തിൽ കൂടുതലാണ് ഞാൻ ശ്രീലങ്കയിൽ ചെലവഴിച്ചത്. ശ്രീലങ്കയിലേക്ക് എൻ്റെ പോസ്റ്റിംഗ് വരുന്നത് 89 അതായത് IPKF അവിടെ ചെന്നിട്ട് ഏകദേശം 1-1.5 വർഷം കഴിഞ്ഞു. ഒരു ബ്രിഗേഡ് മേജർ ആയിട്ടാണ് എൻ്റെ പോസ്റ്റിങ്. വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ് ബ്രിഗേഡ് മേജർ എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മുടെ ഒരു കമ്പനിയുടെ പറയുന്ന CEO. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് എൻ്റെ ട്രിങ്കോമലി എന്ന് പറയും. ട്രിങ്കോമലി അന്ന്
നോർത്ത് ഈസ്റ്റേൺ പ്രോവിൻസ് എന്ന് പറയുന്ന അവരുടെ ക്യാപിറ്റലാണ് ട്രിങ്കോമലി. അവിടെ ട്രിങ്കോമലി ബീച്ചിൻ്റെ അടുത്ത് ആണ് ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഞാൻ അവിടെ എത്തുന്നതിൻ്റെ 2 ദിവസം മുമ്പായിട്ട് ഞങ്ങളുടെ ബ്രിഗേഡ് ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അടുത്ത് തന്നെ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി. ഏകദേശം 42 പേരോളം മരിച്ചു. ആ സാഹചര്യത്തിലാണ് നമ്മളവിടെ ലാൻഡ് ചെയ്യുന്നതെന്ന് ആലോചിച്ചു. 2 ആഴ്ചക്കുള്ളിൽ സെറ്റിൽ ഡൗണായി. എൻ്റെ ഏരിയ ഓഫ് റെസ്പോൺസിബിലിറ്റി എല്ലാം ഞാൻ പോയി കണ്ടു. വളരെ സുന്ദരമായ സ്ഥലങ്ങളാണ്, പക്ഷേ എന്തു ചെയ്യാം, വളരെ എല്ലാം തല്ലിപ്പൊളിഞ്ഞ് എന്നും കൊലയായിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നു. അവിടുന്ന് ഒരു 1.5 വർഷം ഞാൻ കഴിച്ചു കൂട്ടിയത് വളരെ വളരെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ വളരെ ഇതായിട്ട് ചെയ്യാൻ പറ്റി. പ്രധാനമായിട്ടൊരു കാര്യം പറയേണ്ടത്, അവിടുത്തെ ചീഫ് മിനിസ്റ്ററായിരുന്നു നോർത്ത് ഈസ്റ്റേൺ പ്രൊവിൻസ് വരദരാജ പെരുമാൾ എന്ന് പറയും, നിങ്ങൾ കേട്ട് കാണും. നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് ഈ വളരെയധികം കാര്യങ്ങൾ നടന്നു. IPKF-നെ തിരികെ കൊണ്ടുവരണമെന്ന് ഉള്ള വലിയ പ്രഷർ കേരളമല്ല ഇന്ത്യയിൽ നിന്ന് നടക്കുന്നുണ്ടായിരുന്നു. രാഷ്ട്രീയമായിട്ട് മറ്റ് പല നിങ്ങളും DMK-യും ഒക്കെ വളരെ എഗൻസ്റ്റായിട്ട് നിന്ന ടൈമാണ്. അവസാനം IPKF-നെ തിരികെ വിളിക്കാനായിട്ടുള്ള ഒരു സാഹചര്യമായി. ആ സാഹചര്യത്തിൽ ഏറ്റവും വലിയൊരു ചലഞ്ചായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്, IPKF അവിടുന്ന് പോന്നു കഴിഞ്ഞാൽ LTTE അന്നേരം ടേക്ക് ഓവർ ചെയ്യും ആ ഏരിയ മുഴുവൻ. അപ്പം IPKF-നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന, IPKF നടത്തിക്കൊണ്ടിരുന്ന ഈ മിനിസ്ട്രിയൊക്കെ അങ്ങനെ വരദരാജ പെരുമാളിനെ അവിടുന്ന് നമുക്ക് മാറ്റണം. അതിനായിട്ട് ഇവിടുന്ന് ഇന്ത്യയുടെ ചെറിയൊരു എയർക്രാഫ്റ്റ്, അതായത് ഈ 3 സീറ്റർ 4 സീറ്റർ കണ്ട് അവിടെ വന്നു. വരദരാജ പെരുമാൾ, ഇഷ്ടൻ്റെ വൈഫ്, ഇഷ്ടൻ്റെ 2 ചെറിയ കുട്ടികൾ, അവരെയും കൊണ്ട് ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെടുത്തി അവിടുന്ന് വിട്ട് വിതിൻ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങളും പോരുന്നത്. അവിടുന്ന് പോരുന്നതെന്ന് ആലോചിക്കണം. ഞങ്ങളെ IPKF-നെ വളരെയധികം അറ്റാക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഉണ്ടായില്ല. ഞങ്ങൾ ഐലൻഡിൽ നിന്ന് ലാസ്റ്റ് വിടുന്നത് ഞങ്ങളാണ്. ഞങ്ങളുടെ വരുന്ന കപ്പലിന് എസ്കോട്ടായിട്ട് ഏകദേശം ഒരു 8-9 ഇന്ത്യൻ നേവൽ ഷിപ്സ് ഞങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ച് മദ്രാസിലെത്തുന്നത്. പക്ഷേ ഐ ക്യാൻ സേ IPKF വാസ് എ ടോട്ടൽ ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെയധികം കില്ലിങ്സ് നമ്മൾ കണ്ടു. നമ്മളോട് അടുത്ത് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പലരും കൊല്ലപ്പെട്ടു. അത് കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ കേട്ടാണ് EPRLF-ൻ്റെ പത്മനാഭൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഓൾമോസ്റ്റ് ഡെയിലി ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരുന്ന വലിയൊരു നേതാവായിരുന്നു. മദ്രാസിൽ വെച്ച് അവർ കൊന്നുകളഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരുന്ന വളരെയധികം ആൾക്കാരെ പിൽക്കാലത്ത് LTTE വകവരുത്തി കളഞ്ഞു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ലൈബീരിയയിൽ UN സംഘത്തിൽ ഇന്ത്യൻ സേനയെ നയിക്കാനുള്ള ഒരു അവസരം കൂടി സാറിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? വലിയൊരു ഭാഗ്യമാണ് എന്ന് ഞാൻ പറയുള്ളൂ. ഈ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ലൈബീരിയയിലേക്ക് പോകുവാനായിട്ട് പറ്റിയത്. യുണൈറ്റഡ് നേഷൻ ഇത് 93-94 കാലഘട്ടമാണ്. അന്ന് ഇന്ത്യയിൽ നിന്ന് യുണൈറ്റഡ് നേഷൻസിൽ നമ്മൾ കംബോഡിയയിൽ പ്രശ്നം ഉണ്ടായിരുന്നു, അവിടെ ട്രൂപ്സ് ഉണ്ടായിരുന്നു. സൊമാലിയയിൽ നമ്മുടെ ട്രൂപ്സ് ഉണ്ടായിരുന്നു. ആഫ്രിക്കയിൽ മൊസാംബിക്കിലുണ്ടായിരുന്നു. പിന്നെ ഇറാൻ, ഇറാഖ് ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറേ രാജ്യങ്ങളിൽ നമ്മുടേതുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ലൈബീരിയയിലെ ഈ ഒരു പ്രശ്നം. ലൈബീരിയ എന്ന് പറയുന്നത് വെസ്റ്റ് ആഫ്രിക്കയിലെ ഒരു ചെറിയ രാജ്യമാണ്. നമ്മുടെ രാജ്യത്തിന് 947 ഇൻഡിപെൻഡൻസ് കിട്ടി. പക്ഷേ ഈ ലൈബീരിയ എന്ന കൺട്രി 1847 ഇൻഡിപെൻഡൻസ് കിട്ടിയ ഒരു ചെറിയ രാജ്യമാണ്. പക്ഷേ ആ രാജ്യത്തിൻ്റെ അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സും അതൊക്കെ നോക്കുമ്പോൾ നമ്മൾ എത്രയോ മുമ്പിലാണെന്ന് എൻട്രി ചെയ്തു. അവർ യുണൈറ്റഡ് നേഷൻസ് എൻട്രി ചെയ്യുമ്പം പീസിനായിട്ട് അവർ ട്രൂപ്സിനെ, അതായത് പട്ടാളക്കാരെ ഡിപ്ലോയ് ചെയ്യും. പീസ് എൻഫോഴ്സ് ചെയ്യാനായിട്ടല്ല, പീസ് ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ച് അതിനായിട്ടുള്ള വഴികൾ തുറക്കുക.
അതിനായിട്ടുള്ള അങ്ങനെ ഒരു മിഷനായിരുന്നു ഇത്. ഒരു യുണൈറ്റഡ് നേഷൻ മിഷനിൽ അഗെയിൻ ഓഫീസേഴ്സും ഇത് എല്ലാവരും ഉണ്ട്. എനിക്ക് ഭാഗ്യം കിട്ടിയതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ ഒരു കണ്ടിജൻറ്റിനെ 20 ഓഫീസേഴ്സിൻ്റെ ഒരു കണ്ടിജൻറ്റിനെയാണ് യുണൈറ്റഡ് നേഷൻസ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അന്നേരം അതിൻ്റെ ഹെഡായിട്ട് എനിക്ക് സെലക്ഷൻ കിട്ടി. ഞാൻ അന്നൊരു ലഫ്റ്റനൻറ്റ് കേണലാണ്. എൻ്റെ കീഴിൽ ഏകദേശം മറ്റ് 19 മേജേഴ്സും ആയിട്ടാണ് ഞാനവിടെ പോകുന്നത്. ആ സ്ഥലത്ത് ഞങ്ങളെ റിസീവ് ചെയ്യാനായിട്ട് ഒരു 10 ഇന്ത്യൻസ് അവിടെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് തന്നെ ഭയങ്കര സർപ്രൈസായി. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമല്ലോ എവിടെ പോയാലും ഇന്ത്യൻസിനെ കാണും. ആ പൊട്ട രാജ്യത്ത്, പറഞ്ഞാൽ ആരും കേട്ടിട്ട് പോലും ഇല്ലാത്ത രാജ്യത്ത് 2 മലയാളികളും ബാക്കി ഒരു സർദാർ, ബാക്കി ഒരു 5-8 ആൾക്കാർ. ഇവരെല്ലാം പല ഇതിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നതും അക്കൗണ്ടൻസും അങ്ങനെ ആയിട്ടുള്ള ആ ഒരു രീതിയിൽ അവർ ഞങ്ങൾക്കുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തന്നു. അതല്ലാതെ ഇപ്പം യുണൈറ്റഡ് നേഷൻസിൻ്റെ മറ്റ് സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. ഞങ്ങൾ നേരെ ഒരു ഹോട്ടലിലോട്ട് പോയി. അവിടുന്ന് ഇപ്പം ഞങ്ങൾ 20 പേര് ഇന്ത്യയിൽ നിന്നുണ്ടായിരുന്നു. ബംഗ്ലാദേശിൽ നിന്ന് 40 പേരുണ്ടായിരുന്നു ഓഫീസേഴ്സ്. ചൈനയിൽ നിന്ന് 40 പേര് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് 40 പേരുണ്ടായിരുന്നു. അതായത് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഇപ്പം ഞാനൊരു ബോസായിട്ട് ഒരിടത്ത് നിൽക്കുകയാണെങ്കിൽ എൻ്റെ കീഴിലുള്ളത് പാകിസ്ഥാനി ആയിരിക്കും, അല്ലെങ്കിൽ ബംഗ്ലാദേശി ആയിരിക്കും, അല്ലെ ചൈനീസ്. എൻ്റെ ബോസ് ബംഗ്ലാദേശി ആയിരിക്കും. അങ്ങനെയുള്ളൊരു കൂട്ടമായിട്ടുള്ള ഇതിലാണ് ഒരു അനിമോസിറ്റിയും ഒന്നുമില്ലാതെ വളരെ നല്ല രീതിയിൽ എല്ലാവരും, അതായത് മിലിറ്ററിക്കാർ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ യുണൈറ്റഡ് നേഷൻസിൽ നമ്മൾ പോകുന്നത്. ഞാനൊരിടത്തൊരു റെസ്പോൺസിബിലിറ്റിയിൽ നിൽക്കുമ്പോഴാണ് അവിടെ സിവിൽ വാർ നടന്നെല്ലാം ഞങ്ങളെ ഹോസ്റ്റേജസായിട്ട് നിർത്തിയിരിക്കുകയാണ്. പിറ്റേ ദിവസം എല്ലാം ക്വയറ്റായെന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഞാനും ഒരു ഉറുഗ്വേൻ ഓഫീസർ, ഒരു ബംഗ്ലാദേശി, 3 ഓഫീസേഴ്സ് ഞങ്ങൾ ഒരു ടാങ്കിലാണ് ഞങ്ങളിങ്ങനെ പോകുന്നത്. വഴിക്ക് വെച്ച് ഈ പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഈ ഡ്രസ്സ് ഒന്നുമില്ല, ഈ തോക്കും ഈ AK-47 അത് കഴിഞ്ഞിട്ടുള്ള ഇതെല്ലാം ഉണ്ട്. ഞങ്ങളെ തടഞ്ഞു നിർത്തി ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോയി. വി ആർ ടേക്കൺ എസ് ഹോസ്റ്റേജ്. ഇന്നത്തെ കാലത്താണെങ്കിൽ അന്നേരം അതൊക്കെ ഭയങ്കര ന്യൂസാകും. അത് അവിടെ ആരും അറിഞ്ഞില്ല, ഒന്നും അറിഞ്ഞില്ല. യുണൈറ്റഡ് നേഷൻസ് അവിടുത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് തന്നെ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് അറിഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവരുടെ നേതാവെന്ന് പറയുന്ന ഒരു ലോക്കൽ ഗുണ്ട, ആഫ്രിക്കൻസിൻ്റെ ഒരു ഇതുണ്ട്. ഇപ്പം എനിമീസിൻ്റെ ഹാർട്ട് അത് തിന്നുകയാണെങ്കിൽ അത് അവർക്ക് അവരുടെ ശക്തിയും എല്ലാം കിട്ടും എന്നുള്ള ഒരു വലിയൊരു അന്ധവിശ്വാസമുണ്ട്. അങ്ങനെ പേര് കേട്ട ഒരാളായിരുന്നു. കുറച്ച് പേടിയായി, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓരോ ദൈവ കൃപയെന്ന് പറയണം. അതിൽ ആ കൂട്ടത്തിൽ ഒരുത്തൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു. നേരം ഞാനവനെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്തു. അതിന് 2 ദിവസം മുമ്പ് ഇവൻ എൻ്റെ അടുത്ത് വന്ന് ഒരു ചാക്ക് അരി ചോദിച്ചിരുന്നു. ഞാൻ അവന് ഒരു ചാക്ക് അരി കൊടുത്തത്. ഞങ്ങളുടെ ഈ വേൾഡ് ഫുഡ് പ്രോഗ്രാമിൻ്റെയൊക്കെ ഇഷ്ടം പോലെ ഇത്. അന്നേരം ഇവൻ പറഞ്ഞു, ബോസ് മാൻ, യു ഗേവ് മീ റൈസ്, ഐ വിൽ സേവ് യു. എന്തൊക്കെയോ ഇതൊക്കെ നടന്നു കഴിഞ്ഞ് പിന്നെ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ഞങ്ങളോട് പൊക്കോളാം. ഊട്ടിയിലെ ഡിഫൻസ് സ്റ്റാഫ് അക്കാദമിയിൽ മേധാവിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഭാവിയിൽ അവിടുന്ന് വരാൻ പോകുന്ന ലീഡേഴ്സിന്, മിലിറ്ററി ലീഡേഴ്സിന് അങ്ങ് പ്രധാനമായിട്ട് നൽകിയ പാഠം എന്തായിരുന്നു? ഊട്ടിയിലെ ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഒരു വലിയ അഭിമാനകരമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജ്. അത് അവിടെ അഡ്മിഷൻ കിട്ടുന്നത് തന്നെ വളരെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമാണ്. 35 വയസ്സിന് മുമ്പ് അത് അപ്പിയർ ചെയ്യണം. ഒരു വർഷം നമ്മൾ കംപ്ലീറ്റ് പ്രിപ്പയർ ചെയ്ത് ഒരു 5-6 സബ്ജക്ട്സിൻ്റെ ലോങ് പേപ്പേഴ്സാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് പാസ്സായി മെറിറ്റിലാണ്. ഏകദേശം 400 ഇന്ത്യൻ സ്റ്റുഡൻസ്, അതായത് ആർമി, നേവി, എയർഫോഴ്സ് 3ലും, പിന്നെ ഇതാണ് മെയിൻ, പിന്നെ ഈ കുറച്ച് സീറ്റ് IPS, IAS മറ്റ് സെൻട്രൽ ഗവൺമെൻറ് സർവീസസിനുണ്ട്. ഇതല്ലാതെ ഏകദേശം ഒരു 10-20 ഫോറിൻ കൺട്രീസിൽ നിന്നുള്ള ഓഫീസേഴ്സുണ്ട്. എല്ലാവരും ഏകദേശം ടോട്ടൽ സ്ട്രെങ്ത് ഒരു 450 വരും. അതായത് അവിടെ വരുന്ന
ടീച്ചേഴ്സ്, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പറഞ്ഞ ടീച്ചേഴ്സ് അല്ല പ്രൊഫസേഴ്സ്, വട്ട് എവർ യു കോൾ ഇറ്റ്, അവിടെ വരണമെങ്കിൽ ഈ കോഴ്സ് ചെയ്ത് ആ കോഴ്സിലെ ഇൻസ്ട്രക്ഷണൽ ഗൈഡിങ് കിട്ടണം. ഇൻസ്ട്രക്ഷണൽ ഗൈഡിങ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഓവർ 70% ആയതിൽ നിൽക്കണം. ആ കോഴ്സിൻ്റെ കൂടെ തന്നെ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ തീസിസും എല്ലാം എഴുതി നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി MSc ഇൻ ഡിഫൻസ് സ്റ്റഡീസും അവിടുന്ന് നൽകുന്നുണ്ട്. ഈ 2 കാര്യങ്ങൾ. പിന്നെ ആർമിയിലെ മുമ്പോട്ടുള്ള കരിയറിൽ ഈ കോഴ്സ് ചെയ്തത് PSC എന്ന് പറയും, പാസ് സ്റ്റാഫ് കോളേജ്, വലിയൊരു ക്രൈറ്റീരിയയാണ് ഫർദർ പ്രൊമോഷൻസ് ഇൻ ദ ആർമി. അങ്ങനെ ഓരോ സ്റ്റേജിലുമുള്ള ഇതിൽ ഞാനവിടെ 86 കോഴ്സ് ചെയ്യുന്നത്. പിന്നെ ഉണ്ടായിരുന്നു എനിക്ക് കേണലായി കഴിഞ്ഞപ്പം അവിടെ പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഭാഗ്യത്തിന് ഞാൻ ഈസ്റ്റ് സിക്കിമിലെ എൻ്റെ കമാൻഡ് കഴിഞ്ഞപ്പോഴത്തേന് കമാൻഡൊക്കെ നന്നായിട്ട് പോയത് കൊണ്ടായിരിക്കും അവിടുന്ന് എന്നെ വെല്ലിങ്ടണിൽ ഇൻസ്ട്രക്ടറായിട്ട് ആസ് എ കേണൽ. ബ്രിഗേഡറായി ഞാൻ പഠാൻകോട്ടിൽ ഇരിക്കുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഒരു 2 വർഷം കഴിയാറായപ്പോഴത്തേന് എനിക്ക് ഒരു മെഡിക്കൽ പ്രോബ്ലം ഉണ്ടായി. ആ മെഡിക്കൽ പ്രോബ്ലം കാരണം ഹെവി പോസ്റ്റ് തരാതെ സ്റ്റാഫ് കോളേജിലോട്ട് തിരിച്ച് ഇങ്ങോട്ട് വിട്ടു. ഇവിടെ സീനിയർ ഇൻസ്ട്രക്ടറായിട്ട്, സീനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഇൻസ്ട്രക്ടർ ഇപ്പം 4 ഡിവിഷൻസ് ഉണ്ട്, അതിൻ്റെ ഒരു ഡിവിഷൻ്റെ സീനിയർ ഇൻസ്ട്രക്ടറായിട്ട് അവിടുന്ന് ഒരു 5-6 മാസം കഴിഞ്ഞപ്പം പിന്നെ ഹെഡ് ഓഫ് ദ ആർമി ഫാക്കൽറ്റി എന്ന് പറഞ്ഞ് ഉള്ള വേറൊരു ഇതിലെ ഹെഡ് ഓഫ് ദ ആർമി ഫാക്കൽറ്റി അതിലോട്ട് മാറി. സാറിൻ്റെ സൈനിക ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു നിമിഷം എന്താണെന്നുള്ളത് സാർ എന്താണ് ഓർത്തെടുക്കുന്നത്? പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വളരെയധികം കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ടത്, ഏകദേശം 1991 എന്നെ ചീഫ് ഓഫ് ദ ആർമി സ്റ്റാഫിൻ്റെ ഡെപ്യൂട്ടി മിലിറ്ററി അസിസ്റ്റൻ്റായിട്ട് സെലക്ഷൻ കിട്ടി. ഏകദേശം ഒരു 1.5 വർഷത്തോളം ചീഫിൻ്റെ മിലിറ്ററി അസിസ്റ്റൻ്റായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സൗത്ത് ബ്ലോക്കിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, അത് അന്ന് എൻ്റെ റാങ്ക് ലെഫ്റ്റനൻറ്റ് കേണലാണ്. മിലിറ്ററിയിൽ അന്ന് ലെഫ്റ്റനൻറ്റ് കേണലിലുള്ളതിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു അപ്പോയിൻമെൻ്റ് ആണ് എന്ന് പറയാം. ചീഫ് ഓഫ് ദ ആർമി സ്റ്റാഫിൻ്റെ അടുത്തോട്ട് ആര് പോയാലും വന്നാലും എവറിത്തിങ് ഇസ് ത്രൂ യു, ഉള്ള മെയിൽ മുഴുവൻ ഗെറ്റ്സ് പുട്ട് അപ്പ് ത്രൂ യു. അതായത് ആ ലെവലിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വി ആർ പ്രിവി ടു വാട്ട് എവർ ഇസ് ഹാപ്പനിങ്. വലിയ കോൺഫറൻസ്, മിലിറ്ററി കോൺഫറൻസിൽ എല്ലാത്തിനും സെക്രട്ടറി ഇപ്പം ഞാനാണ്. അതായത് കംപ്ലീറ്റ് നോട്ട്സ് ഉണ്ടാക്കുകയും അന്നത്തെ സാഹചര്യത്തിൽ 91-92 ബാബരി മസ്ജിദ് പ്രശ്നം വളരെ ചൂടേറി നടക്കുന്ന സമയമാണ്. അന്ന് ബാബരി മസ്ജിദിന് ഞാൻ ഡൽഹിയിൽ പോസ്റ്റിങ്ങിൽ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഗ്വാളിയറിൽ ഇരുന്നപ്പോൾ അവിടുന്ന് ഞങ്ങൾ ബാബരി മസ്ജിദിൻ്റെ അവിടെ പോയിട്ടുണ്ട്. അവിടുത്തെ ഉത്തരവാദിത്വം ഞങ്ങളുടെ ബ്രിഗേഡിനായിരുന്നു. അങ്ങനെ പോയി അത് മുഴുവൻ അവിടുത്തെ മുഴുവൻ സാഹചര്യങ്ങളും കണ്ടിട്ടുണ്ട്. ഒരു ഡിസംബർ 4th 1992 അത് ഒരു മറക്കാനാകാത്ത ദിവസമാണ്. എന്താണെന്ന് വെച്ചാൽ അന്നൊരു കോൺഫറൻസ് ഉണ്ടായിരുന്നു, മിലിറ്ററിയുടെ വലിയ ഹൈറാർക്കി ചീഫ് എടുത്തൊരു കോൺഫറൻസ്. അന്നേരം അതിൽ ഒരു ചോദ്യം ചീഫ് എല്ലാ ഉണ്ടായിരുന്ന ജനറൽസ് ഒരു 10-20 എല്ലാ ഫുൾ സീനിയർ ആയിട്ടുള്ളവരോട് ചോദിച്ചു. പ്രൈം മിനിസ്റ്റർ അന്ന് നരസിംഹറാവുമാണ്. ആർമിയുടെ അടുത്ത് ചോദിച്ചു, ഉത്തരവാദിത്തം റെസ്പോൺസിബിലിറ്റി ബാബരി മസ്ജിദിൻ്റെ സെക്യൂരിറ്റിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആർമി റെഡിയാണോ? ചീഫ് തന്നെ എല്ലാവരോടും കൂടെ ആയിട്ട് ചോദിച്ചു. പലരും പല അഭിപ്രായം പറഞ്ഞു. അവസാനം ചീഫ് ഒരു വാക്ക് പറഞ്ഞു. അന്നേരം 84 പഞ്ചാബിലുണ്ടായ പ്രശ്നം എല്ലാവർക്കും അറിയാവുന്നതാണ്. ചീഫ് പറഞ്ഞു, ആർമി വിൽ നോട്ട് ഗെറ്റ് ഇൻവോൾവ്. ആൻഡ് റൈറ്റ്ലി സോ. അന്ന് ആർമി അത് എടുത്തിരുന്നെങ്കിൽ പഞ്ചാബിലുണ്ടായതിനേക്കാളും വലിയൊരു ട്രാജഡി പിന്നീടുണ്ടായേനെ. അങ്ങയുടെ സൈനിക ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ അങ്ങ് സഹിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ സ്വകാര്യ ജീവിതം, വ്യക്തിപരമായ ജീവിതത്തിൽ എങ്ങനെ അതൊക്കെ സ്വാധീനിച്ചു? അതുപോലെ ആ കാര്യങ്ങളൊക്കെ എങ്ങനെ അതിജീവിച്ചു? ഏറ്റവും വലിയ ത്യാഗം എന്ന് പറയുന്നത്
നമ്മുടെ ഫാമിലി ലൈഫ്. എൻ്റെ മോൻ, എനിക്ക് ഒരു മോനേ ഉള്ളൂ, അവൻ നഴ്സറി പോകാൻ തുടങ്ങിയത് പൂനെയിൽ വെച്ചാണ്. ജീവിതത്തിൽ വളരെ നന്നായിട്ട് ഉള്ള എല്ലാ പോസ്റ്റിങ്ങുകളും ആയിട്ട് ഞാൻ പോകുമ്പോൾ ഇത് സഫർ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ കുടുംബമാണ്. സഫർ ചെയ്യുന്ന പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സമയം കൊടുക്കാൻ പറ്റുന്നില്ല. നഴ്സറിയിൽ തുടങ്ങിയ മോൻ എൻജിനീയറിങ്ങിന് എത്തുമ്പോൾ വരെ എനിക്ക് ഒരു 2 ദിവസം പോലും അവൻ്റെ കൂടെ ഒരു കാര്യത്തിനായിട്ട് ഒന്നിരിക്കുവാൻ, അത് വലിയൊരു എത്ര വർഷങ്ങൾ പിൽക്കാലത്ത് ഞാൻ നോക്കുമ്പോൾ ഞാനെന്താണ് എൻ്റെ കരിയറിനായിട്ട് ഞാൻ അവർക്ക് ഞാനല്ല, അവർ ത്യാഗം സഹിച്ചു. അതുകൊണ്ട് ഞാൻ ഒറ്റ ഒരു PTA മീറ്റിങ്ങോ ഇതിൻ്റെ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ പോയിട്ടില്ല. അതെല്ലാം എൻ്റെ വൈഫാണ്, അമ്മയും മോനുമാണ്. അവരത് സൈലൻ്റ്ലി അവരത് സഹിച്ചു. അതുപോലെ സാധാരണക്കാർക്ക് അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്. കാരണം മിലിറ്ററിയെക്കുറിച്ച് നമുക്ക് 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മിലിറ്ററി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ പ്രോട്ടോക്കോളും അതിൻ്റെ കാര്യങ്ങളൊക്കെ സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിഫൻസിൽ 3 മെയിൻ ഡിപ്പാർട്ട്മെൻറ്റാണുള്ളത്. അതായത് ആർമി, നേവി, എയർഫോഴ്സ്. കരസേന, നാവികസേന, വായുസേന. ഏറ്റവും സ്ട്രെങ്ത് കരസേനയ്ക്കാണ്, പിന്നെയുള്ളത് നാവികസേന, പിന്നെയുള്ളത് എയർഫോഴ്സ്. ആർമിയിലെ ഇപ്പം റാങ്കും സ്ട്രക്ചറും 3ലും വ്യത്യാസമുണ്ട്. ഇപ്പം ആർമിയിലെ റാങ്ക്സ് പറയുകയാണെങ്കിൽ ഏറ്റവും ജൂനിയറായിട്ടുള്ളത് ലെഫ്റ്റനൻ്റ് എന്ന് പറയും, ക്യാപ്റ്റൻ, മേജർ, ലെഫ്റ്റനൻറ്റ് കേണൽ, കേണൽ, ബ്രിഗേഡിയർ, മേജർ ജനറൽ, ലെഫ്റ്റനൻറ്റ് ജനറൽ, ജനറൽ. ഇതിൻ്റെ ഈക്വലൻ്റായിട്ട് അവിടെയും ഇതുണ്ട്. ഇപ്പം ലൈക്ക് ക്യാപ്റ്റൻ്റെ ഈക്വലൻ്റ് നേവിയിൽ ലെഫ്റ്റനൻ്റ് എന്ന് പറയും, എയർഫോഴ്സിൽ ഫ്ലൈറ്റ് ലെഫ്റ്റനൻ്റ് എന്ന് പറയും. ഇപ്പോൾ കേണലിന് ഈക്വലൻ്റായിട്ട് ആർമിയിൽ കേണലിൻ്റെ ഈക്വലൻ്റ് നേവിയിൽ ക്യാപ്റ്റൻ എന്ന് പറയും. കാരണം ഇതിപ്പം അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഒരു നേവൽ ക്യാപ്റ്റൻ എപ്പോഴും ക്യാപ്റ്റൻ ഇന്ത്യൻ നേവി എന്ന് പറയും, അല്ലെങ്കിൽ സാധാരണ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ആർമി ക്യാപ്റ്റനായിട്ടാണ്. പിന്നെ ഇവരുടെ ഷോൾഡറിൽ ഇപ്പം ലെഫ്റ്റനൻ്റ് എന്ന് പറയുമ്പോൾ 2 സ്റ്റാർ വരും, ക്യാപ്റ്റൻ വരുമ്പോൾ 3, മേജർ വരുമ്പോൾ ഒരു അശോക സ്തംഭം വരും, പിന്നെ ഒരു അശോക സ്തംഭം ഒരു സ്റ്റാറും കൂടെ വരും, പിന്നെ 2 സ്റ്റാർ ആകും, പിന്നെ 3 സ്റ്റാർ ആകും ബ്രിഗേഡിയർ ആകുമ്പോഴത്തേന്, പിന്നെ ഈ ക്രോസ് വോർഡ്, അങ്ങനെ ഇത് വരും. നമ്മുടെ നാട്ടിൽ പോലീസുമായിട്ട് ആൾക്കാർ വളരെയധികം ഇക്വേറ്റ് ചെയ്യാൻ നോക്കും. പോലീസുമായിട്ട് ഈക്വലൻ്റ് ഒരു റാങ്ക് ഉണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. ലെഫ്റ്റനൻ്റ് ഇൻ ദി ആർമി ഒരു കമ്മീഷൻഡ് ഓഫീസറാണ്, ക്ലാസ് 1 ഗസറ്റഡ് ഓഫീസറാണ്. വേറെ പോലീസിൽ IPS കിട്ടി വരുന്ന ആദ്യത്തെ റാങ്കാണ്. ഇവിടെ ASP ആയിട്ടൊക്കെ വരുമ്പോഴാണ് അവർ 1, 2 സ്റ്റാർ ഇടുന്നത്. അവർക്ക് ഓരോ 5, 6 മാസം, 8 മാസം അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടി ഇന്നിപ്പം നമ്മൾ കണ്ട ഒരാൾ ചിലപ്പോൾ 2-3 വർഷം കഴിയുമ്പോഴത്തേന് ഇവിടെ SP ആയിട്ട് വരും. SP ആയിട്ട് വരുമ്പോൾ അവരൊരു ലെഫ്റ്റനൻ്റ് കേണലിൻ്റെ ഈക്വലൻ്റാണ് ഇടുന്നത്. പക്ഷേ ഈ സെൻട്രൽ സർവീസസിൽ എപ്പോഴും ഈ സർവീസ് നോക്കിയിട്ടാണ് ഈക്വാലിറ്റി. പിന്നെ ഒരു പ്രോട്ടോക്കോളുണ്ട്, ഈ ജനറൽ പ്രോട്ടോക്കോൾ. ഇപ്പം ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അതിന് ഓരോ ഇതിലുമുള്ള ഒരു ഇതുണ്ട്. ഇപ്പം മേളിൽ നിന്ന് പറഞ്ഞു വരികയാണെങ്കിൽ ഇപ്പം താഴേക്ക് വരുമ്പോൾ ഒരു ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഒരു ബ്രിഗേഡിയറിൻ്റെ ഈക്വലൻ്റായിട്ട് വരും. സാധാരണ ഒരു 27-28 വർഷമാവും ഒരാൾ ബ്രിഗേഡിയർ ആകാനായിട്ട്. ഇവിടെ IG ആകാനായിട്ട് ഏകദേശം ഒരു 18-20 വർഷം എടുക്കുള്ളൂ. എല്ലാവരും IG ആകും, എല്ലാവരും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ വരുന്നത് പക്ഷേ ആർമിയിൽ അങ്ങനെയല്ല. ആർമിയിൽ വളരെ ഒരു പിരമിഡിക്കൽ സ്ട്രക്ചറാണ്. 400 ലെഫ്റ്റനൻറ്റ്സ് കമ്മീഷൻഡായെങ്കിൽ അതിൽ നിന്ന് എല്ലാവരും മേജർ വരെ എത്തും. പക്ഷേ മേജർ ടു ലെഫ്റ്റനൻറ്റ് കേണൽ, ഇപ്പം ലെഫ്റ്റനൻറ്റ് കേണൽ വരെ എല്ലാവരും സർവീസ്. പക്ഷേ ലെഫ്റ്റനൻറ്റ് കേണൽ നേരെ ഒരു 25% ഫുൾ കേണലാകുന്നുള്ളൂ. ആ 25%-ൻ്റെ 25% ഒരു ബ്രിഗേഡിയർ ആകുന്നുള്ളൂ. 400 പേര് തുടങ്ങിയാൽ ഏകദേശം ഒരു അതിൽ 45-50 പേര് കൂടുതൽ ബ്രിഗേഡിയർ ആകുന്നില്ല. അതിൽ നിന്ന് പിന്നെ മേജർ ജനറൽ ആകുന്ന അതിൻ്റെ ഒരു 50%. പിരമിഡിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതാണ്. വേറെ പോലീസിലാണെങ്കിൽ ഈ SP ആയിട്ട് വരുന്നവരെല്ലാം DGP റാങ്കിൽ ഇത് ആകും. എയർഫോഴ്സ് നേവിയിലും അതുപോലെ തന്നെയാണ്. ആർമിയിൽ
സാധാരണ പട്ടാളക്കാരായിട്ട് ചേരുന്നവർക്ക് എത്താവുന്ന ഒരു റാങ്ക് ഉണ്ട്. അതാണ് സുബേദാർ മേജർ എന്ന് പറഞ്ഞ് നമ്മൾ പലരും ഇവിടെ മിസ്റ്റേക്ക് ചെയ്യുന്ന ഒരു ഇതാണ്. സുബേദാർ മേജർ എന്ന് പറഞ്ഞാൽ ഒരു റെജിമെൻ്റിലെ ബറ്റാലിയനിലെ ഒരു സുബേദാർ മേജറാണ്. ആ സുബേദാർ മേജറാണ് ഇപ്പോൾ കമാൻഡിങ് ഓഫീസറും സാധാരണ പട്ടാളക്കാരുമായിട്ടുള്ള ഏറ്റവും വലിയ ലിങ്ക്. സാധാരണ പട്ടാളക്കാരുടെ ഏറ്റവും സീനിയർ മോസ്റ്റാണ് സുബേദാർ മേജർ. പക്ഷേ കമ്മീഷൻ ഓഫീസറല്ല, ഓഫീസേഴ്സിൻ്റെ ഏറ്റവും ജൂനിയർ മോസ്റ്റ് ഓഫീസറുടെ താഴെയാണ് സുബേദാർ മേജർ. അതിൽ ഇപ്പം നായിക്, ഹവിൽദാർ മേജർ, നായിബ് സുബേദാർ മേജർ, ഈ റാങ്കുകളാണ്. പട്ടാളത്തിൽ ചേരുക എന്ന് പറഞ്ഞാൽ സാധാരണ പട്ടാളത്തിൽ ചേരുക. പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ പട്ടാളത്തിലെ ഓഫീസേഴ്സും പട്ടാളക്കാരുമായിട്ട് വളരെ വളരെ ഡിഫറൻസും ക്വാളിറ്റി ഓഫ് ലൈഫ് എല്ലാത്തിലും വ്യത്യാസം. പക്ഷേ തമ്മിലുള്ള റിലേഷൻസ് വളരെ സ്ട്രോങ് ആണ്. മറ്റൊരു കാര്യം സാറിനോട് ചോദിക്കാനുള്ളത്, സാധാരണ ഒരു സാറിനെ പോലുള്ള ഒരു റാങ്കിൽ നിന്ന് വിരമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ സെറ്റിലാവുന്ന സ്ഥലം എന്ന് പറയുന്നത് വല്ല ഡൽഹിയിലോ അതുപോലുള്ള ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിലൊക്കെ ആയിരിക്കും സാധാരണ ഇതുപോലുള്ള ഉദ്യോഗസ്ഥരൊക്കെ സെറ്റിലാവുക. സാറ് സെറ്റിലായിരിക്കുന്നത് ഇപ്പോൾ കാഞ്ഞങ്ങാട്ടാണ്. എന്തുകൊണ്ടാണ് കാഞ്ഞങ്ങാട് സാറ് ചൂസ് ചെയ്തത്? വളരെ വളരെ ആപ്റ്റായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. എൻ്റെ അടുത്ത് പലരും ഇത് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുടുംബമായിട്ട് ആദ്യം തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേരളത്തിൽ തന്നെ സെറ്റിൽ ചെയ്യണമെന്ന്. കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, കോട്ടയത്ത് ആയിരുന്നു ഞാൻ ജനിച്ചു വളർന്നത്. ഞാൻ കോട്ടയം ടൗണിലൊരു ഭവനം വാങ്ങിക്കുകയും ചെയ്തിരുന്നു. ഏകദേശം ഒരു 1.5 വർഷം എൻ്റെ വൈഫും മോനും അവിടെ താമസിച്ചു, ഞാൻ ഈ സിക്കിമിലായിരുന്നപ്പോൾ. പക്ഷെ അവിടെ താമസിച്ചപ്പം എനിക്ക് തോന്നിയത് ഇവിടെ താമസിച്ചാൽ ഇത്ര ശരിയാകുന്നില്ല എന്ന്. അങ്ങനെ പല സ്ഥലങ്ങളും ഡിസ്കസ് ചെയ്യുന്നേരം എൻ്റെ വൈഫിൻ്റെ വീട് ഇവിടെ അടുത്താണ്. ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ ദൂരെയാണ് ഒടയൻചാൽ എന്ന് പറയുന്നതിൻ്റെ അടുത്ത്, ഉദയപുരം. അങ്ങനെയാണ് ഞാൻ കാഞ്ഞങ്ങാട് കാണുന്നത്. സർവീസിൽ കയറിയപ്പോൾ തൊട്ട് ഈ നോർത്തും സൗത്തും, അതായത് നോർത്ത് കേരള ആൻഡ് സൗത്ത് കേരള, ഞാൻ നോർത്ത് കേരളയിലുള്ള ആൾക്കാരെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് പ്രിഫർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഒരു ഓൺ എക്സ്പീരിയൻസ് ആയതാണ്. സ്കൂൾ തൊട്ട് നമ്മൾ ഈ പലരുമായിട്ട് ഇടപെട്ട്, പിന്നെ ഞാൻ ആദ്യം കമ്മീഷനായതൊരു സൗത്ത് ഇന്ത്യൻ യൂണിറ്റ് ആയിരുന്നു. കേരളത്തിൽ നിന്ന് എല്ലായിടത്തു നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ ആൾക്കാരുമായിട്ട് അങ്ങനെയാണ് കാഞ്ഞങ്ങാടെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്തത്. അതുപോലെ സാറ് കാസർഗോഡ് ജില്ലാ സൈനിക് ബോർഡിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ആ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ മുൻ സൈനികർക്ക്, അതുപോലെ വിരമിച്ച ആളുകളുണ്ടാവും, സൈന്യത്തിൽ നിന്ന് വിരമിച്ച ആളുകളുണ്ടാവും, അവർക്ക് സഹായകരമാകുന്ന രീതിയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് സാറിൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്നത്? ഞാൻ ഇവിടെ വരുന്നത് 2008-ലാണ്. അന്ന് തൊട്ട് ഏകദേശം 17 വർഷമായി. ഈ 17 വർഷത്തിനിടയ്ക്ക് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്ന എക്സർവീസ്മെനായിട്ട് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു ECHS പോളിക്ലിനിക് എന്ന് പറയും, മാവുങ്കാലിൽ ഉണ്ട്. കാഞ്ഞങ്ങാടിനൊരു പോളിക്ലിനിക് ഇല്ല. ഇവിടുന്ന് ആൾക്കാർ കണ്ണൂർ അല്ലെങ്കിൽ മംഗലാപുരത്ത് ആയിരുന്നു പോകേണ്ടിയിരുന്നത്. ഭാഗ്യത്തിന് എൻ്റെ സർവീസിലുള്ള എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരുമാണ് അന്നൊക്കെ ഡെസിഷൻ മേക്കിംഗ് ആയതിലോട്ട് അവരിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് കാഞ്ഞങ്ങാടേക്ക് ഒരു പോളിക്ലിനിക്ക് സാങ്ഷൻ ചെയ്യിക്കുവാനായിട്ട് പറ്റി. ആ പോളിക്ലിനിക്ക് ഇന്നിപ്പോൾ 13 വർഷമായി. അത് ഇവിടെ അപ്രൂവായി. ആൾക്കാർ എന്നെ റിക്വസ്റ്റ് ചെയ്തു, സാറ് തന്നെ അത് നടത്തണം. ഞാനതിൻ്റെ OIC ആയിട്ട് 6 വർഷത്തോളം ഇരുന്ന് അത് വളരെ നല്ല നിലയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. പോളിക്ലിനിക് എന്ന് പറഞ്ഞാൽ എക്സർവീസ്മെനുള്ള ഏറ്റവും വലിയൊരു സഹായമായിട്ടുള്ള ഒരിതാണ്. രണ്ടാമത്, അവിടെ ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ കൂടെയുള്ളവർ കുറച്ചുകൂടെ സീനിയർ ലെവലിൽ എത്തിയപ്പോഴത്തേന് അവരിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരു ക്യാൻറ്റീനും കൂടെ ഇവിടെ കൊണ്ടുവരാനായിട്ട്, അതും 2014 ആയപ്പോഴത്തേന് സാങ്ഷനാക്കി. അതും ഇവിടെ ഇപ്പോൾ ഫങ്ഷൻ ചെയ്യുന്നു. അങ്ങനെ കാഞ്ഞങ്ങാട് ഇപ്പം വടക്കോട്ട് വരുമ്പോൾ കണ്ണൂർ കഴിഞ്ഞിട്ട് ഈ ഒരു പോളിക്ലിനിക്കും ക്യാൻറ്റീനും ഉള്ള ഒരേ ഒരു സ്ഥലം കാഞ്ഞങ്ങാടാണ്. സൈന്യത്തിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് പൊതുസമൂഹത്തിന്, അവർ വിരമിച്ചതിന് ശേഷം പൊതുസമൂഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് സാറ് കരുതുന്നത്? 2 ലെവലിലാണ് പട്ടാളത്തിൽ നിന്ന് വിരമിക്കുന്നത് സൈനികർ. പലരും ഒരു 15 വർഷം സർവീസ് കഴിഞ്ഞിട്ട് പെൻഷനോടെ വരുന്നവരുണ്ട്. അതായത്
ഏകദേശം 30-40 ഇടയ്ക്ക് വരുന്ന ആൾക്കാരുണ്ട്. ഒരു രണ്ടാമത്തെ കൂട്ടർ മുഴുവൻ സർവീസും ചെയ്തിട്ട് വരുന്നവർ ഏകദേശം ഒരു 50-52 വർഷമാകുമ്പോഴത്തേന് വരുന്നവർ. ഈ ആദ്യത്തെ സെറ്റ് ഓഫ് പീപ്പിൾ അവർ പിന്നീട് മറ്റ് പല കാര്യങ്ങളിൽ ജോലിക്കായിട്ടും ഒക്കെ ശ്രമിച്ചും അല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസിലൊക്കെ കയറിയൊക്കെ പോകുന്ന നല്ലൊരു ശതമാനം ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഗൾഫിൽ പോയത്. ഈ രണ്ടാമത് വരുന്ന ആൾക്കാർ, ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരെ വളരെ നല്ലവണ്ണം ഗവൺമെൻറ് ശരിക്കും ഇവരെ ഉപയോഗിക്കാൻ. ഇവരുടെ ആ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് വളരെ അധികമാണ്. ഏറ്റവും ഇതായിട്ടുള്ളത് ഡിസിപ്ലിനാണ്. ഒരു ഇത്രയും കൂടുതൽ ഡിസിപ്ലിനുള്ള ഒരു സെറ്റ് ഓഫ് പീപ്പിൾ ഇവിടെ ഒരിടത്തും കിട്ടത്തില്ല. അന്നേരം എന്തുകൊണ്ട് അവരെ പല രീതിയിലും ഉപയോഗിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏതൊരു അഡ്മിനിസ്ട്രേഷനോ അല്ലെങ്കിൽ ഏതൊരു രീതിയിലും ഇപ്പോൾ അവരെ ഈ വെറും സെക്യൂരിറ്റി ഡ്യൂട്ടിക്കായിട്ട് മാത്രം കാണരുത്. അതല്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഹോം ഗാർഡ്സ് എന്ന് പറഞ്ഞ് കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഈ കാഞ്ഞങ്ങാട് ടൗണല്ല, അതിൻ്റെ മുമ്പോട്ട് എവിടെയെങ്കിലും പോയിക്കുള്ളൂ, എവിടെയെങ്കിലും ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ നിൽക്കുന്ന ഒരു ഹോം ഗാർഡായിരിക്കും. ഒരു പോലീസുകാരൻ എവിടെയൊന്നും കാണത്തില്ല. എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്കൊരു കംഫർട്ടബിൾ ജോലിയല്ല. ഇവരെ ചൂഷണം ചെയ്യുകയാണ്. പക്ഷേ അവർ നല്ലവണ്ണം അത് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് തിങ്. പല രീതിയിലും ഇപ്പം അവരുടെ കേപ്പബിലിറ്റി, മാനേജറിയൽ കേപ്പബിലിറ്റി, പല ഡിപ്പാർട്ട്മെൻറ്റിൽ സെർവ് ചെയ്തിട്ട് ഇവരെ നമ്മൾ പറയത്തില്ല, ഒരു യൂണിവേഴ്സൽ സ്ക്രൂ എല്ലാത്തിടത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഈ എക്സ്-സർവീസ്മെൻ എന്ന് പറയുന്നത്. ഏതൊരു ജോലി കൊടുത്താലും ഹീൽ മോസ്റ്റ് ലൈക്ലി ഡു ഇറ്റ് വെരി വെൽ. ആ രീതിയിൽ അവരെ ഉപയോഗിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. സാറിൻ്റെ കുടുംബത്തെ പറ്റി ഒന്ന് പറയാമോ? എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ പേര് രേഷ്മ എന്നാണ്. ഒരു മോനാണ്. മോൻ്റെ പേര് അബു എന്നാണ്. ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ് ബാംഗ്ലൂരിൽ നിന്ന് ചെയ്തിട്ട് പിന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് PG ചെയ്തു. 8 വർഷമായിട്ട് ഓസ്ട്രേലിയയിൽ സിഡ്നിയിൽ വർക്ക് ചെയ്യുന്നു. പിന്നൊരു വൈഫും 2 കുട്ടികളുണ്ട്. മൂത്ത കുട്ടി ലറീസ, രണ്ടാമത്തേത് സാക്കറി. വൈഫിനും ഇവിടെ ഒരു ചെറിയ ഇൻ്റർനാഷണൽ ലെവൽ പ്രീ സ്കൂളുണ്ട്. ആപ്പിൾ കിഡ്സ് ഇൻ്റർനാഷണൽ പ്രീ സ്കൂൾ എന്ന് പറഞ്ഞാൽ അതിപ്പം ഏകദേശം 17 വർഷമായി. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, മകനെക്കുറിച്ച് പറഞ്ഞു. സാധാരണ ഒരു ഡോക്ടർ മകനെ അല്ലെങ്കിൽ മക്കളുണ്ടെങ്കിൽ അവരുടേതായ പാതയിൽ കൊണ്ടുവരും, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ അവരുടേതായ പാതയിലേക്ക് തന്നെയായിരിക്കും, ഒരു എഞ്ചിനീയറായിട്ട് തന്നെയായിരിക്കും കൊണ്ടുപോവുക. സാറിനെ സംബന്ധിച്ചിടത്തോളം മകൻ വേറൊരു തലത്തിലാണ് ജോലി ചെയ്യുന്നത്. എന്തുകൊണ്ട് സാറിൻ്റെ പാതയിലേക്ക് മകനെ കൂടി കൊണ്ടുവന്നില്ല എന്നുള്ളത്? അതിനൊരു ലെജിറ്റിമേറ്റ് റീസൺ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളും ഇത് ഡിസ്കസ് ചെയ്തിരുന്നു. എൻ്റെ കരിയറിൽ ഞാൻ വളരെ ഹൈ ലെവലിലാണ് എല്ലാം സെർവ് ചെയ്തതും. അന്നേരം ഇവർ ആർമിയുടെ ബെസ്റ്റ് കണ്ടു ആൻഡ് അവർ എൻജോയ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ബിക്കോസ് ദേ എൻജോയ്ഡ് ദ പെർക്സ് ആൻഡ് പ്രിവിലേജസ്. അന്നേരം അവൻ പറഞ്ഞിനി ഞാൻ പുറത്ത് സിവിൽ ലൈഫിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കട്ടെ, ലെറ്റ് മീ ട്രൈ എ സിവിൽ ലൈഫ്. ആ ഒരു ഇതിലാണ്. സോ വി ഡിഡ്ന്റ് ചെക്ക് ഹിം, വി പെർമിറ്റഡ് ഹിം ടു ഗോ. ഇന്നത്തെ തലമുറയോട്, അത് ഈ പ്രതിരോധ സേനയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികളോട് സാറിന് കൊടുക്കാനുള്ള ഉപദേശം, അതുപോലെ സാറിന് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ്? അഷ്റഫ, ഇന്നത്തെ സമൂഹത്തിനോടല്ല ജനറേഷനോട് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. സെർവിങ് ഇൻ ദ ഡിഫൻസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് കരിയേഴ്സ് വിച്ച് വൺ ക്യാൻ ഗെറ്റ്. ഏറ്റവും നന്നായ ഒരു കരിയറാണ് മിലിറ്ററി സർവീസ് എന്ന് പറയുന്നത്. അത് ആൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്കും ഇപ്പോൾ പെൺകുട്ടികൾക്കും എല്ലാ ലെവലിലും അതിനുള്ള സാഹചര്യവും എല്ലാം ഒക്കുന്നുണ്ട്. ഒന്നാമത്തേത് സെക്യൂർ ലൈഫ്, വളരെ സെക്യൂറാണ്. പിന്നെ ഇറ്റ് ഈസ് അട്രാക്റ്റീവ്. ഞങ്ങളൊക്കെ ചേർന്ന സമയത്ത് സാലറിയൊന്നും വലിയ അട്രാക്റ്റീവ് അല്ലായിരുന്നു. എന്നിരുന്നാലും മറ്റ് പവറും പ്രിവിലേജസും എല്ലാം കൊണ്ട്, പക്ഷേ ഇന്ന് എല്ലാത്തിനെയും കടപിടിക്കുന്ന അതേ സാഹചര്യമാണ്. പിന്നെ ടോട്ടലി ഒരു നോൺ ഇൻ്റർഫിയറിങ് ലൈഫ്, എന്ന് പറഞ്ഞാൽ
വേറെ ഒരു രാഷ്ട്രീയക്കാരനോ ഒരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റത്തില്ല. സ്വന്തമായിട്ട് യു ക്യാൻ ചാർട്ട് യുവർ വേ ആൻഡ് ഡു വെൽ. പിന്നെ മൂന്നാമത്തേത് യു ആർ സെർവിങ് യുവർ കൺട്രി. ആ ഒരു യൂണിഫോം ഇട്ടുകൊണ്ട് രാജ്യത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഗൂസ് ബംസ് തരുന്ന ഒരു കാര്യമാണ്. ടോക്ക് വിത്ത് AP എന്നുള്ള ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുവാൻ സാധിച്ചതിന് വളരെ അഷ്റഫോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിലും മറ്റ് ജീവിതത്തിലും ഉണ്ടായിട്ടുള്ള പല സാഹചര്യങ്ങളെപ്പറ്റിയും ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. എനിക്കും ഒരു തിരിഞ്ഞുനോട്ടം ആയിരുന്നു എന്ന് പറയാം. വളരെയധികം ചാരിതാർത്ഥ്യത്തോടെയാണ് ഞാൻ ഈ കഴിഞ്ഞ 1.5 മണിക്കൂർ ഇവിടെ ഇരുന്ന് അഷ്റഫിൻ്റെ അടുത്ത് സംസാരിക്കുവാനും കുറച്ച് കാര്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുവാനും പറ്റിയത്. എന്നുള്ള പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്.